അല്ല, ഇനി പ്രതീക്ഷ പറയണോ? 1 മണിക്കൂർ കാത്തിരുന്നാ പോരെ. ഇനി നമ്മൾ പ്രതീക്ഷ പറയുന്നതിന് കാര്യമില്ല. ഞാൻ പറയാനുള്ളതൊക്കെ ഇന്നലെ രാത്രി വരെ പറഞ്ഞു. ഇനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും. രാത്രി കിടന്നുറങ്ങിയതിനു ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല. അത് പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ, മാറി മാറി പറയുന്നു. BJP സ്ഥാനാർത്ഥി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്തേ? UDF വോട്ട് ചെയ്തിരുന്നുണ്ട്. അതൊക്കെ കാണാലോ, ഇതിനകത്ത് കാണുമല്ലോ. എന്തായാലും പിന്നെ അത് എന്തായാലും നമുക്ക് UDF വിജയം എന്നുള്ളത് ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ബോധ്യമാവുന്നുണ്ട്, എല്ലാവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന്. ഇനിയിപ്പോൾ അതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു മണിക്കൂറല്ലേ കാത്തിരിക്കേണ്ടത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ ഒരു 15,000-ലേക്കൊക്കെ. അല്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഈ കണക്കിൽ വളരെ മോശമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കണക്കനുസരിച്ച് ഞാൻ പറയാനുള്ളതൊക്കെ ഇന്നലെ പറഞ്ഞു. എല്ലാ പഞ്ചായത്തുകളും ഭൂരിപക്ഷം കിട്ടാനാണ് സാധ്യത നമുക്ക് കിട്ടിയൊരു കണക്കനുസരിച്ച്. എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞില്ല. നഗരസഭ അടക്കം, നഗരസഭയാണ് 7 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയാണ്. ഏതായാലും ഇനി നോക്കാം. കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ക്രോസ് വോട്ട് നടന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞതിന് ഏതെങ്കിലും മറുപടി പറഞ്ഞു? ഏതെങ്കിലും മറുപടി പറഞ്ഞു? മറുപടി ഇല്ലെങ്കിലും ആശങ്കയല്ലേ ആർക്ക്? അദ്ദേഹത്തിനല്ലേ. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. ഞാൻ കൗണ്ടിങ് സ്റ്റേഷനിലൊന്ന് കയറിയിട്ട് ഞാൻ തിരിച്ചു. ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്തല്ലേ ഓഫീസ്. ഇവിടെ എവിടെയെങ്കിലും 2 സ്ഥലത്ത്. വിജയ് റിസൾട്ട് വരണ്ടേ? റിസൾട്ട് വരെ ആഘോഷിക്കാൻ പറ്റുമോ? കാസർഗോഡ് ഉൾപ്പെടെ പ്രവർത്തകർ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇത് നിലമ്പൂരിലെ ഒരു 10 മാസത്തേക്കുള്ള ഒരു ജനപ്രതിനിധിയെ, ഒരു MLA തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പായിട്ട് ആരും കാണുന്നില്ല. ഇത് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ്. അതിന് കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂരുകാർ വോട്ട് ചെയ്യുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഇന്ന് ഇടതുപക്ഷ ഭരണത്തിൻ്റെ അതിൻ്റെ ഈ ദുർഗതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനതയ്ക്കും വേണ്ടി നിലമ്പൂരുകാർ വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് അവർക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതിനാണ് അവരൊക്കെ വരുന്നത്. ആ റിസൾട്ടിന് വേണ്ടി അവരൊക്കെ വെയിറ്റ് ചെയ്യുക. ഓക്കെ.